എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കാണാതെ എൻ്റെ ചെടിച്ചട്ടിയിൽ ഒളിച്ചിരുന്ന ഒരു കൂട്ടുകാരനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാല്യകാല സുഹൃത്താണത്. നമ്മുടെ എല്ലാവരുടെയും ബാല്യകാല സുഹൃത്തായിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റി പരിചയപ്പെടുത്താം. മറ്റാരുമല്ല, വെറ്റിലപ്പച്ച എന്നറിയുന്ന മഷിത്തണ്ട് ആണ്. വെറ്റിലപ്പച്ച എന്ന പേര് വരാൻ കാരണം എന്താണ്? അത് വെറ്റിലയുടെ ആകൃതിയാണത്. ഹൃദയാകൃതിയാണ് കേട്ടോ, ഹൃദയാകൃതിയുള്ള ഇലയാണത്. കൊച്ചു ഹൃദയവുമായി വന്ന ആ ബാല്യകാല സുഹൃത്ത് ഇത്ര ഉപകാരമുള്ള ആളായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അന്ന്. ഇലക്കുള്ളിൽ പെൻസിൽ കൂർപ്പിച്ചു വെച്ച് അമർത്തുമ്പോൾ പെൻസിലിലെ ഗ്രാഫൈറ്റുമായി ചേർന്ന് ഒരു കറുത്ത ദ്രാവകം ഉണ്ടാകുന്നു. ഇത് കാണുമ്പോൾ മഷി പോലെ തോന്നും. അപ്പോൾ എല്ലാവരും ഇലക്കുള്ളിൽ പെൻസിൽ വെച്ചിട്ട് ദാ മഷിപ്പച്ച എന്ന് പേര് വന്നത് തന്നെ അങ്ങനെയാണ്, മഷിപ്പച്ച. അത് ശരിക്കും മഷിയല്ല, എങ്കിലും കുട്ടിക്കാലമായപ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അത് മഷിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. കുട്ടിക്കാലത്തെ വിഡ്ഢിത്തവും കളിയും ചിരിയും എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? അതൊക്കെ ഒരു മധുരിക്കുന്ന ഓർമ്മകളല്ലേ. ഇതിൽ ഒരു കച്ചവട മനോഭാവം കൂടി കണ്ടിരുന്നു. വിപണി അത് അന്നത്തെ തലമുറയുടെ പാരൻസിൻ്റെ കൂർമ്മ ബുദ്ധിയായിരിക്കാം. അന്ന് പഴയ കാലത്ത് കൂലിപ്പണിയൊക്കെ ചെയ്തിരുന്ന വീട്ടിലെ കുട്ടികളെ ടീച്ചേഴ്സ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരും. സ്ലേറ്റും പെൻസിലൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്കുമായിരിക്കും, അതൊന്നും അറിയില്ല. ആ കുട്ടികളാണ് അധികം ഈ വെറ്റിലപ്പച്ച കൊണ്ടുവരാറുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റിലപ്പച്ച തന്നിട്ട് പകരം പെൻസിൽ തരുമോ? അവിടെ കളിയുമായി കച്ചവടവുമായി എല്ലാമായി ഒരു സന്തോഷം. നനവുള്ളിടത്താണ് ഇത് അധികം ഉണ്ടാകാറ്. അവരുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായി കാണും. എന്തായാലും ആ പച്ച കൊണ്ടാണ് സ്ലേറ്റ് മായ്ക്കാൻ എന്നുള്ള വിവരം ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത്. ചെടിച്ചട്ടിയിൽ വരുന്ന കളകളാണെന്നാണ് മിക്കവരും ഇതിനെ വിചാരിക്കുന്നത്. എല്ലാവരും അതിനെ പറിച്ച് കളയാറാണ് പതിവ്. എനിക്കതിനെ പറിച്ച് കളയാൻ തോന്നിയില്ല കേട്ടോ. എന്തോ ഒരു പ്രത്യേക വാത്സല്യം അതിനോട് തോന്നി. ഞാൻ പറിച്ച് കളഞ്ഞില്ല. കൂടുതൽ വിവരങ്ങൾ എനിക്കറിയണമെന്ന് തോന്നി. ആ അറിഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കാം. ആദ്യം തന്നെ പ്രധാനമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വൃക്കയിലെ കല്ലിന് കിഡ്നി സ്റ്റോൺ, അതിന് മഷിത്തണ്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണിത്. അത് മാറ്റാനായിട്ട്, സ്റ്റോൺ മാറ്റാനായിട്ട് ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കും. വൃക്കയിലെ ഈ കല്ലുകളെ അലിയിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ ഇതിന്. യൂറിനറി ഇൻഫെക്ഷൻ, അതായത് നീറ്റൽ പുകച്ചിലൊക്കെ ചിലവർക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാവും. മൂത്രനാളിയിലെ അണുബാധ തടയാനും മൂത്രം നന്നായി ഒഴിഞ്ഞു പോകുവാനും ഇത് സഹായിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നൽകുന്നു. അപ്പോൾ നമുക്കത് നല്ലൊരു കൂട്ടുകാരനല്ലേ, നല്ലൊരിതാണ്. നമ്മൾ കളയാണെന്നും പറഞ്ഞ് പറിച്ചു കളയുന്ന വെറ്റിലപ്പച്ച മഷിത്തണ്ടിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. വേദന സംഹാരിയാണ്. സന്ധിവേദന, വാതം എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിൻ്റെ നീരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുച്ഛിക്കില്ലല്ലോ, ചിലവരെല്ലാം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒട്ടും ഇഷ്ടമില്ലാണ്ട് പുച്ഛിക്കും. പിന്നെ ഒരു മഷിപ്പച്ച അതല്ലേ കഴിക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കനും മറ്റതും ഒക്കെ ഉള്ളപ്പോൾ പറഞ്ഞുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുപോട്ടെ, ഞാനപ്പോൾ പറയാം, ഇത് നമുക്ക് പ്രകൃതി തന്ന ഒരു അത്ഭുത സസ്യമാണ്. അപ്പോൾ ഉപയോഗിക്കേണ്ട രീതികൾ കൂടി ഞാനിവിടെ പറയാം കേട്ടോ. ഈ ചെടി പ്രകൃതിദത്തമായതിനാൽ നിങ്ങൾക്ക് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, അത് കുറവായിരിക്കും. സാധാരണയായി ചില രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കാം. എങ്ങനെയാണെന്നോ, ജ്യൂസായി കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും പടമൊന്നും ഞാൻ ഇടുന്നില്ല. ജ്യൂസായിട്ട് എങ്ങനെ കഴിക്കണമെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതിയല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകും. നന്നായി കഴുകി വൃത്തിയാക്കിയ മഷിത്തണ്ട് എൻ്റെ ചെടി അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇലയും തണ്ടും ഉൾപ്പെടെ
അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചു പിഴിഞ്ഞെടുക്കുക. വെള്ളം ചേർക്കേണ്ടതിന് ആവശ്യമില്ല, എന്നാലും നല്ല വെള്ളമുള്ള ഇതാണെന്നാലും സ്വല്പം വെള്ളം ചേർക്കുക. അല്ല അധികമൊക്കെ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെതറി അങ്ങോട്ട് പോണ പോലെ തോന്നും കേട്ടോ. ഈ നീര് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വൃക്കയിലെ കല്ലിനും മൂത്രാശയ രോഗങ്ങൾക്കും ഉത്തമമാണ്. ഇതെല്ലാം നിങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരോട് ചോദിക്കുക, ആയുർവേദ ഡോക്ടർ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അലോപ്പതി ചിലപ്പോൾ പറയും അതൊന്നും കഴിക്കേണ്ട, വെറുതെ കണ്ട പച്ചയും പുല്ലും ഒന്നും കഴിക്കരുത് എന്നൊക്കെ അലോപ്പതി പറയുള്ളൂ. ആയുർവേദ ഡോക്ടറോട് ചോദിക്കുക. പ്രകൃതിദത്തമായതാണ്. തോരൻ വെച്ച കറിയായിട്ട് ഉപയോഗിക്കാം. ചീരയൊക്കെ തോരൻ വെക്കുന്നത് പോലെ തന്നെ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. പരിപ്പിട്ടോ തേങ്ങയിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. എന്ത് തോരനാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ചീരയാണെന്ന് ഓർത്ത് കഴിച്ചോളൂ. അല്ലെങ്കിൽ വേറെ ധാരാളം ഇലവർഗ്ഗങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ കഴിക്കാറുണ്ടല്ലോ. കൊഴുപ്പ, മുരിങ്ങയില, അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, പാത്രത്തിലാക്കി മുൻപിൽ വെച്ച് കൊടുക്കുക. അല്ലാതെ മേശപ്പുറത്ത് വെച്ച് കൊടുക്കുക. മേശപ്പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയാണ്ട് കഴിച്ചോളൂ. അല്ലെങ്കിൽ നിർബന്ധം ബുദ്ധിക്കാരായവരൊന്നും കഴിക്കില്ല. അതൊന്നും വേണ്ട അതൊന്നും വേണ്ട കഴിക്കാതിരിക്കും. ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതാണ്. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് സാലഡിൻ്റെ ഒപ്പം ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതെല്ലാം വളരെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ കതിര് പോലെയുള്ള ഇത്തിരി കുഞ്ഞിപ്പൂ കാണാൻ കഴിയും. പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങാൻ ശ്രമിക്കുക. ഇനി ആരും പെൻസിൽ കൊടുത്ത് മഷിപ്പച്ച മേടിക്കേണ്ടതില്ല. നമ്മുടെ ചെടിച്ചട്ടിയിൽ തനിയെ മുളച്ചിട്ടുണ്ടാവും. കളയാണെന്നോർത്ത് പറിച്ച് കളയേണ്ടതില്ല. നിങ്ങൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങുക. പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുക. രോഗപ്രതിരോധ ശക്തി നിങ്ങൾക്കുണ്ടാവട്ടെ. ഇഷ്ടമുള്ളവരെല്ലാം കഴിക്കുക. ഞാൻ ഏതായാലും ഇനി പെൻസിലൊന്നും കൊടുത്ത് മേടിക്കാൻ പോകുന്നില്ല. പകരം എനിക്ക് ആ കൂട്ടുകാരനെ മതി. എനിക്കൊരു പുതിയ കൂട്ടുകാരനാണ് ഇപ്പോൾ ഉള്ളത്. പെൻസിൽ വേണ്ട. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.